എടാ മക്കളെ, നമ്മുടെ PSCയിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യൻ മേഖലയാണ് ജ്ഞാനപീഠ പുരസ്കാരം അല്ലെ. അപ്പൊ നമുക്കിന്ന് ജ്ഞാനപീഠ പുരസ്കാരം സെറ്റാക്കിയാലോ? അപ്പോ ഇന്ത്യയിലെ സാഹിത്യ മേഖലയിൽ നൽകി വരുന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. അപ്പൊ അതിന്റെ ബാക്കിൽ ആരാണ് പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ ആരാണ് ആ ട്രസ്റ്റ് രൂപീകരിച്ചത് എന്നൊക്കെ നമുക്ക് അറിയണ്ടേ? നോക്കാം. അപ്പോ സാഹു ജെയിൻ കുടുംബം, അതായത് സാഹു ജെയിൻ കുടുംബമാണ് ശാന്തി പ്രസാദ് ജെയിനും അദ്ദേഹത്തിന്റെ ഭാര്യ രമാ ജെയിനും കൂടെ ചേർന്നാണ് അത്തരത്തിലുള്ള ഒരു ട്രസ്റ്റ് രൂപീകരിച്ചത്. ആ ട്രസ്റ്റിന്റെ പേര് ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റ് എന്നായിരുന്നു. അതായത് പാലി, പ്രാകൃത്, സംസ്കൃത ഭാഷകളിലെ അപ്രകാശിതമായിട്ട് കിടക്കുന്ന ചില പുസ്തകങ്ങൾ അല്ലെങ്കിൽ പ്രകാശിതമായിട്ടില്ലാത്ത ചില വർക്കുകൾ മുന്നോട്ടിലേക്ക് കൊണ്ടുവരിക. അതിനു വേണ്ടിയിട്ടാണ് അവർ അത്തരത്തിലുള്ളൊരു സമ്പ്രദായം ഏർപ്പെടുത്തിയത്. അപ്പോൾ 1961 ഇതേ പറ്റിയുള്ള ചർച്ചകളൊക്കെ തുടങ്ങിയത്. അപ്പൊ ആ ഒരു വർഷം നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. 1961 ജ്ഞാനപീഠം അവാർഡിനെ കുറിച്ച് ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഒക്കെ രൂപീകരിച്ചു തുടങ്ങിയത്. അതിനുശേഷം ഈ 1964 ആയപ്പോഴത്തേക്കും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ വരികയും 65 ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം നൽകുകയും ചെയ്തു. അതിൽ നമുക്ക് അഭിമാനിക്കാം. കാര്യം 1965 ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത് ഒരു മലയാളിക്കാണ്, ജി ശങ്കരക്കുറുപ്പിനാണ്. ഓർത്തു വയ്ക്കുക കേട്ടോ. അപ്പൊ മലയാളികളെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനുള്ള 6 പേരാണ്, ജ്ഞാനപീഠം കരസ്ഥമാക്കിയിട്ടുള്ള 6 പേരാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നായിട്ട് എന്താണ് ഈ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുമ്പോൾ നൽകി വരിക, അതും കൂടി നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ 11 ലക്ഷം രൂപയും അതേപോലെ സരസ്വതി ദേവി, അതായത് വാഗ്ദേവതയുടെ വെങ്കല ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയ കാര്യങ്ങളാണ് ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാര ജേതാവിന് കിട്ടുക. 22 ഭാഷകളിലാണ് ഈ പുരസ്കാരം നൽകി വരുന്നത്. അപ്പോ ആദ്യം 1965 ജി ശങ്കരക്കുറുപ്പിന് കിട്ടി. അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്കായിരുന്നു ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്. അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിന് ഈ ജ്ഞാനപീഠ പുരസ്കാരം ഈ ഒരു കൃതിക്ക് കിട്ടിയതിൽ അദ്ദേഹം ആ പൈസ ഉപയോഗിച്ചാണ് ഓടക്കുഴൽ അവാർഡ് എന്ന് പറയുന്ന ഇപ്പോ ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകി വരുന്ന ഓടക്കുഴൽ അവാർഡ് സ്ഥാപിതമാക്കിയത്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തു വെക്കാട്ടോ. ഇനി രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1980 1980 നമ്മുടെ ഏറ്റവും മികച്ച സഞ്ചാര സാഹിത്യകാരനായിട്ടുള്ള SK പൊറ്റക്കാടിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ SK പൊറ്റക്കാടിന്റെ ഏത് കൃതിക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദേശത്തിന്റെ കഥയാണ് മുൻനിർത്തി കൊടുത്തിട്ടുള്ളത്. അവിടെ വരെ ഒരു സമഗ്ര, അതായത് ഒരു പ്രത്യേക കൃതിക്ക് ഒരു കൃതിയെ മാത്രം മുൻനിർത്തി കൊടുത്തു എന്നുണ്ടെങ്കിൽ അതിനുശേഷം അങ്ങോട്ട് കൊടുത്തതെല്ലാം സമഗ്ര സംഭാവനകൾക്കാണ്. അപ്പൊ നമ്മൾ 2 വർഷം പഠിച്ചു. 1965 നമ്മുടെ ജിക്ക് കിട്ടി, 1980 നമ്മുടെ SKക്ക് കിട്ടി. അടുത്ത മൂന്നാമത് കിട്ടുന്ന ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന തകഴി ശിവശങ്കര പിള്ളയാണ് അല്ലെ, കുട്ടനാടിന്റെ എഴുത്തുകാരൻ എന്നറിയപ്പെടുന്ന അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ കയറ് എന്ന് പറയുന്ന ഒരു കൃതിയെ മുൻനിർത്തിയാണ് കൊടുത്തത് എന്ന് ചില പറച്ചിലുകളുണ്ട്. പക്ഷേ അത് നമ്മൾ കാര്യമാക്കേണ്ട. അതുവരെ, അതായത് SKയുടെ കൃതി വരെയാണ് ഒരു കൃതിയെ മുൻനിർത്തി കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് അങ്ങോട്ട് സമഗ്ര സംഭാവനയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അത് ഓർത്തു വെച്ചേക്കാം കേട്ടോ. അപ്പോ 3 വർഷം പഠിച്ചു. 1965, 1980, 1984. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ 1995 ജ്ഞാനപീഠ പുരസ്കാരം മറ്റൊരാൾക്ക് കിട്ടുന്നത്. അത് നമ്മുടെ MDക്കാണ്. MD വാസുദേവൻ നായരെ കുറിച്ച് പറയുവാണെങ്കിൽ അദ്ദേഹം നാലുകെട്ട്, മഞ്ഞ്, കാലം ഇങ്ങനെയുള്ള ഒട്ടനവധി കൃതികൾ നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അതായത് ഒരു നായർ തറവാടില് അല്ലെങ്കിൽ ഒരു നായർ കുട്ടി അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെയധികം വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന കൃതികളാണ് അദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, നമ്മുടെ മലയാള സാഹിത്യത്തിലെ രണ്ടാമത്തെ ബോധധാര നോവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ MDയുടെ മഞ്ഞാണ് എന്ന് മറന്നു പോകരുത്. അതായത് ബോധധാര നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ് മൈൻഡിൽ എഴുതുന്നതാണ്. അതായത് അവിടെ യാതൊരു തര ഫാന്റസിയും ഇല്ല, യാതൊരു തര മിത്തുകളും ഇല്ല. എല്ലാം വളരെ റിയാലിറ്റി ആയിട്ട് കാണിച്ചു തരുന്ന ഒരു ശൈലിയാണ് അല്ലെ. സോ അവിടെ നിന്ന് നമ്മൾ MDയുടെ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് എന്നാണ് 1995. അപ്പൊ 4 നമ്മൾ പഠിച്ചു. ഇനി 5ാമത്തെ ആള് 2007 നമ്മുടെ കവിതാലോകം കൈകൂപ്പി നിൽക്കുന്ന ONV കുറുപ്പാണ്. അപ്പൊ ONV കുറുപ്പിനാണ് 2007
ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത്. അപ്പോൾ ഇനി 2007 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കാനുള്ള 2019 2019 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം അല്ലെ, ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി, അദ്ദേഹത്തിനാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത്. അപ്പൊ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ ഓർത്തു വെച്ചിരിക്കേണ്ട, ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് നമ്മൾ ഓർത്തു വെച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ 6 മലയാളികൾ, ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളായിട്ടുള്ള 6 മലയാളികളെ കുറിച്ച് നമ്മൾ ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഒന്നുകൂടി ഞാൻ ആ വർഷങ്ങളൊന്ന് പറയാം. 1961 നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാരം കൊണ്ടുവന്നു. 1965 ആ വർഷം അവിടെ കിട്ടുന്നത് ആർക്കാണ്? G ശങ്കരക്കുറുപ്പിനാണ്. തൊട്ടടുത്ത വർഷം 1980 അടുത്തതായിട്ട് കിട്ടുന്ന SK പൊറ്റക്കാടിനാണ്. പിന്നെ 84 കിട്ടുന്നു തകഴി ശിവശങ്കര പിള്ളയ്ക്ക്, 95 കിട്ടുന്നു MT വാസുദേവൻ നായർക്ക്, 2007 കിട്ടുന്നു ONVക്ക്, 2019 അക്കിത്തം. ഇനി അവിടെ ആഡ് ഓൺ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്ന ഒരു വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശാ പൂർണാദേവിയാണ്. ബംഗാൾ എഴുത്തുകാരിയാണ്. പ്രഥം പ്രതിശ്രുതി എന്ന് പറയുന്ന കൃതിയെ മുൻനിർത്തിയാണ് അവർക്ക് ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത്. സോ ഈ ജ്ഞാനപീഠ പുരസ്കാരം ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചേക്കാം, മൊത്തം ക്ലിയർ ആക്കി അങ്ങ് പഠിക്കുക. അപ്പൊ നമുക്കിനി ഇതുപോലുള്ള മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം.